ഗൈസ് പോന്നു. ബ്ലോഗിന്റെ ഉടമസ്ഥനെ കാണില്ല. ബ്ലോഗിന്റെ ഉടമസ്ഥ ഇരിക്കുന്നു. എന്റെ തീരുമാനമാവോ? ഞാൻ പറയുന്നില്ലേ, ഞമ്മക്കില്ലേ മറ്റേ ഞാൻ പറയുന്നില്ലേ ഞങ്ങൾക്ക് മറ്റേ പ്ലാൻ मन दीद करावो जी क्यों तरसावे हो मन सकल दिखावो जी थारी शरारत सब जानू मैं हर सले उन्हें बंगा दी मैं कह लगे मर बड़े में जागी दो कणी चंदा में थारी चांदनी मन दामन में पाती खुशी रे झुम 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 हमारे जीवड़े में जागी धोकनी चंदा में थारी चांदनी मन दामन में पाती खुशी रे झुम 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 ഇത് ലിപ്സ്റ്റിക് ആണെന്ന്. പക്ഷെ ഇത് ലിപ്സ്റ്റിക് അല്ല, ഇത് ഡബറ്. പക്ഷെ ഇവര് ഗെയിമിന്റെ റൂള് തെറ്റിച്ച് ഇവരും ഷെയർ ചെയ്തിക്കും തോന്നുന്നു. ഞങ്ങൾ എന്തായാലും പി ജിയിൽ എനിക്കൊണ്ട് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞ് ഷെയർ ചെയ്യരുത്. എന്നിട്ട് ഇവര് പറ്റിച്ചുകൊണ്ട് ഷെയർ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. അതെന്താണ് ഞാൻ പറയുന്നതിനൊരു ഇതില്ലാത്ത ഇവിടെയുള്ള ആൾക്കാരും കാണണ്ട. ഇവര് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്രൂപ്പിലിടാം. ഇത് ഗ്രൂപ്പിലിട്ടിട്ട് തെറ്റിച്ചു പുറത്തൊരാളോട് പറഞ്ഞു. അതൊക്കെ വിഷയമല്ല. പക്ഷെ ഇവള് റൂള് തെറ്റിച്ചു. ആദ്യം കളിക്കില്ല. ഇവ എടുക്കത് നമുക്ക് വീട്ടിലേക്കാണത്. ഗ്രൂപ്പിലുള്ള ആളെ പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് ലൈക്കല്ല, ഇഷ്ടമല്ല. പുറത്ത് പറയുന്നത് അതൊക്കെ ഇഷ്ടമാണോ? ഞങ്ങൾ ടോക്സിക്. ഇത് നിങ്ങൾ ടോക്സിക് ആണ്. പച്ച പാലാണ് കുടിച്ചത്. അതിന്റെ കഥ ബാക്ക്ഗ്രൗണ്ടിൽ ഓള് പറഞ്ഞിരുന്നാണ്. തന്നെയാണ് കാരണം. അപ്പോൾ
അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പർച്ചേസിങ്ങും പ്രിപ്പറേഷനും പിന്നെ അന്ന് ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് തിരഞ്ഞെടുക്കുന്ന ദിവസമൊക്കെ എല്ലാം കൂടെ ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോ ആക്കിയത്. അപ്പം ഞാൻ എൻ്റെ ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ ഭയങ്കര സർപ്രൈസാണ്. ഭയങ്കര സർപ്രൈസ് ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര സർപ്രൈസാണ്. ബിക്കോസ് ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. ആകെ 8 ആൾക്കാരേ ഉള്ളൂ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ. അപ്പം പറഞ്ഞ ഒരു ത്രില്ലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരു കുട്ടിയും എന്ത് കളി കളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് വിചാരിച്ചു. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ത്രില്ല് പിടിച്ച പരിപാടിയാണ്. സീരിയസ്ലി പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പം ബെസ്റ്റ് ഫ്രണ്ടോട് നമ്മൾ പറയാനും ഇതെൻ്റെ ന്യൂ ഇയർ ഫ്രണ്ടാണ്, ഇങ്ങനെയാണ്, ഇനി ആരോട് പറയരുത്, അങ്ങനെ ഒരു സാധനം പറയാനും. പക്ഷേ ഇതെന്താ ക്ലാസ് മൊത്തം മേ ബി എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി ഞങ്ങൾ പറയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ആരോടും പറയണ്ട, എന്ത് കളി കളിച്ചാലും പറയില്ല എന്നൊക്കെ വിചാരിച്ച്. സംഭവം ഞാനിത് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. ഇത് ഞങ്ങൾ നെറ്റ് പോകുന്നതല്ല, കാണുന്നോണ്ടായിരിക്കും എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അല്ല, ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം വീഡിയോ എടുത്തപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റാക്കാണ്. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്താലോ എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ വേറൊരു പ്ലാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നടക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ന്യൂ ഇയർ ഫ്രണ്ട് ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ന്യൂ ഇയർ ഫ്രണ്ട് ആക്കാൻ വിചാരിച്ചപ്പോൾ രാത്രി വരെ വെയിറ്റ് ചെയ്തു. ഇച്ചു ആദ്യം വരണതിനും ഞങ്ങൾ ന്യൂ ഇയർ ഫ്രണ്ട് തിരഞ്ഞെടുക്കാൻ അപ്പോഴേ ഞങ്ങൾ റൗണ്ടൊന്നും സർക്കിളൊന്നും ഫില്ലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓലെ വെയിറ്റ് ചെയ്തു. അവർ വന്നു, എടുത്തു. ഭയങ്കര എക്സൈറ്റഡ്. 2-3 പ്രാവശ്യം എടുത്തു. കാരണം ഒരേ ആൾക്കാരെ കിട്ടി ഒന്നുകൂടി മാറ്റിയെടുക്കണമല്ലോ. അപ്പം അതൊക്കെ എടുത്ത് സെറ്റാക്കി. അന്ന് മുതൽ ഇത്രയും ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ആർക്കാരായിരിക്കും കിട്ടിയെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം എന്താ സ്പെഷ്യലായിട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇത് ഒരു ബുക്ക് ഒട്ടിക്കുന്ന ട്രിക്കാണ്. അതായത് ഞാൻ കുറേ കണ്ടിരുന്നു, ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തുന്നാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് യൂട്യൂബ്. അപ്പോൾ എനിക്ക് സ്റ്റാപ്ലർ അടിക്കുന്നൊരു ഇത് കിട്ടി. അപ്പം അറിയാത്തവർ ഒന്ന് കണ്ടാൽ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാണ് കിട്ടിയത് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, പക്ഷെ ആരും പറയില്ല എന്നുള്ളൊരു സംഭവത്തിലാണ്. അപ്പം ഞാനൊരു ബുക്ക് മോഡൽ ഒരു ലെറ്റർ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കിസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക്കിൻ്റെ വല്ല റിവ്യൂ ഇട്ടാലോ എന്ന്. അത്ര അടിപൊളി. കാരണം എൻ്റെ ചുണ്ടിനകത്തും വരുന്നില്ല മര്യാദയ്ക്ക്. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ കിസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലിപ്പിൻ്റെ ഫുൾഫിൽ വേണമെന്ന് വിചാരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സാധനമേ കിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഞാനത് പേജങ്ങ് മറിച്ചിട്ടു. അപ്പം എല്ലാവരും ലെറ്റർ കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് ലെറ്ററിൻ്റെ കാര്യത്തിൽ കുറച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാണ്. മാത്രമല്ല അവർക്ക് ഗിഫ്റ്റൊന്നും വലിയൊരു പിടുത്തമല്ല. എന്നാൽ ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, 150 ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒക്കെ സെറ്റാക്കി. ലെറ്റർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാമെന്നായിരിക്കും എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നത്. അതായത് പോളറോയിഡ്സ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തു. അത് ഒട്ടിക്കാൻ ഒരു ജേണൽ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതാക്കിയത്. അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോൾ സമയത്ത് എൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞു, ഓക്കെ അടിപൊളിയാണ്, ചെയ്തോ, ത്രില്ലാവും, വെറൈറ്റി ആവും എന്ന് പറഞ്ഞിങ്ങനെ മോട്ടറാക്കി. അപ്പം ഞാനത് ചെയ്തു. അപ്പം ഞാൻ അന്ന് മുതൽ അത് ചെയ്ത് കഴിയുന്ന വരെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്കിത് ആരോടും പറയാൻ കഴിയില്ല. കാരണം എൻ്റെ സർക്കിൾ മൊത്തം ഇതാണ്, എല്ലാവരും ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്താൽ. അപ്പോൾ ആരോടും പറയാൻ പറ്റില്ല. അപ്പം നട്ടപ്പതിരെ പൊളിച്ച ഒരു ഐ തിങ്ക് 3 മണി വരെ ഞാനെങ്കിലും ഇതിൻ്റെ പണിയെടുത്ത് നടന്നിട്ടുണ്ട്. എക്സാമാണ് സംഭവം. അതിനിടയ്ക്ക് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ഫുൾ ഇതിൻ്റെ അകത്ത് തന്നെയായിരിക്കും. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു കൊടുക്കുന്നതിൽ വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. അപ്പം ഓൾക്ക് ഇത് കിട്ടുമ്പം എന്തായിരിക്കും എന്നുള്ളൊരു സാധനം വിചാരിച്ചിട്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റഡ്. അപ്പം എനിക്കെന്ത് കിട്ടുന്ന പോലും ഞാൻ അത്രയും ചിന്തിച്ചിട്ടില്ല. കാരണം അത് ഒരു പ്രാവശ്യം ചിന്തിച്ചെങ്കിലും പക്ഷെ പിന്നെ ഞാൻ അത്ര ബോധേഡായിട്ടില്ല. കാരണം ആരാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്, എന്ത് തന്നാലും ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇതെന്തോ സംതിങ് വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഒക്കെ ഇഷ്ടപ്പെടും, മോൾ എന്തായാലും ഷോക്കാവും എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ കണ്ട് അവസാനം ലാസ്റ്റിലേക്ക് എനിക്ക് ബോറടിച്ചിട്ടോ. അത്ര പ്രാവശ്യം ഞാൻ ആ ഡയറി തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അവൾക്ക് ആ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഇത് സംഭവം 2 ദിവസം മുന്നേ ഞാൻ പറിച്ചോണ്ടൊന്നും ശരിയായിരുന്നു. അപ്പം വാടി പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല, ഞാനവിടെ വെച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഫ്രണ്ട് പേജ് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പിൻട്രസ്റ്റ് കണ്ടത്. അപ്പോൾ അതെടുത്തു. പിന്നെ ഈ ലെറ്റർ ഞാൻ എക്സ്ട്രാ ഒന്ന് എഴുതിയാണ്. കാരണം എൻ്റെ ഒറിജിനൽ ലെറ്റർ ഞാൻ വെക്കുന്നത് ഗിഫ്റ്റ് ബോക്സിലല്ല. അത് സർപ്രൈസ് ആയിട്ട് ഞാൻ വേറെ തന്നെ കൊടുക്കച്ച്. എന്തായാലും ഇത്ര ബിൽഡപ്പ് ഇട്ട സ്ഥിതിക്ക് സർപ്രൈസ് വേറെ ഒന്നുകൂടി കൊടുക്കാൻ വെച്ച്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിലെ ഫ്രണ്ട് കണ്ട ഒരു ലെറ്റർ എഴുതി. അതാണെങ്കിൽ പൊളിച്ച 3 മണിയായിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ
കൊയങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ലെറ്റർ എഴുതി ജസ്റ്റ് എന്തൊക്കെയോ ആക്കിയിട്ടിട്ട് ഞാൻ ഈ ലെറ്ററിൽ ബോക്സിലാക്കിയിട്ട് കൊടുത്തു. കാരണം എന്തായാലും കൊടുക്കുമ്പം ചെറുത് കൊടുക്കൂല എന്ന് എന്തായാലും പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ഒരു പാക്കറ്റൊക്കെ ആക്കിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. പാക്കറ്റ് ആക്കി വെക്കുമ്പോൾ ആ ബോക്സ് കൊള്ളുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ആകെ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ചെരിച്ചൊക്കെ അതിൻ്റെ അകത്ത് കയറ്റി കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബാക്കി എല്ലാ ഗിഫ്റ്റും ഞാൻ കുത്തി ഇങ്ങനെ നിറച്ചു. സംഭവം നോക്കുമ്പോൾ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് വാങ്ങണം എന്നുണ്ടാണ് ഞാൻ വിചാരിച്ചത്. ആ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുവിധം അതിൻ്റെ അകത്ത് കുത്തി നിറച്ചു. ഭാഗ്യത്തിന് കൊണ്ടു. ആദ്യം ഒരു പ്രാവശ്യം കൊണ്ടില്ലെങ്കിൽ ഒന്നുകൂടി പിന്നെ എടുത്തു. പിന്നെ ഒന്നൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പം ആ സംഭവം എല്ലാം കൊണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ചോക്ലേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 2 മഞ്ചും ഒരു കിക്കാറ്റാണ് ഞാൻ വാങ്ങിയത്. കാരണം ഡയറി മിൽക്ക് ഇഷ്ടമല്ല. ഡയറി മിൽക്ക് വാങ്ങാനാണ് വിചാരിച്ചത്. അപ്പോൾ അത് വാങ്ങിയില്ല. അപ്പം അത് വെക്കാൻ നോക്കുമ്പം ബോക്സിൻ്റെ അകത്ത് സ്ഥലമില്ല. അപ്പം ഞാൻ കുറേ ഇതിലൂടെ കൊത്തി നോക്കി. പക്ഷേ എവിടേക്കും കൂടെ പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല. അതിൻ്റെ പുറത്തങ്ങ് വെച്ചൊട്ടിച്ച് ഞാനതങ്ങ് പാക്ക് ചെയ്തു. ഒന്നും നോക്കിയില്ല. പാക്കിങ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വന്നിട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, ആ ചോക്ലേറ്റ് വെക്കാൻ ആ ബോക്സിൽ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് ഒന്നും നോക്കിയില്ല. അവിടെ തന്നെ ഞാൻ അങ്ങോട്ടിച്ച് അതങ്ങനെ തന്നെ ഞാനങ്ങ് പാക്ക് ചെയ്തു. അപ്പം ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കാണുന്നവരെന്തായാലും ചിരിക്കും. കാരണം ഞാൻ കുറച്ച് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാനത് അങ്ങനെ ചെയ്തു. പിന്നെ ബാക്കി വന്ന കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ജസ്റ്റ് മുകളിൽ കൂടെ ഒന്നിട്ട് അപ്പം അത് ഫുൾ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഗ്രീൻ ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ പാക്ക് ചെയ്തു. അപ്പം അത് സെറ്റാക്കി വെച്ച്. കാരണം എന്തായാലും നാളെയാണ് കൊടുക്കേണ്ടത്. കാത്തുനിന്ന് ദിവസം അടുത്തുപോയി. അപ്പോൾ പെട്ടെന്നായിപ്പോയി. അതുകൊണ്ട് എന്തായാലും അന്ന് വരേക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം സംഭവം കേൾക്കുന്നവർക്ക് മേ ബി ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷേ എനിക്കിത് ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അത്രയും നല്ല ത്രില്ലടിച്ചൊരു കാര്യമാണ്. ഇതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് അത്രയും ത്രില്ലടിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര എക്സൈറ്റ്മെൻറ്റ് ആണ് ഞങ്ങൾക്ക്. ആർക്കാ കിട്ടിയെന്നറിയില്ല, ആർക്കായിരിക്കും കിട്ടിയെന്നറിയില്ല. ഒരു ക്ലൂ പോലും ഒരു കുട്ടി പോലും തന്നില്ല. പക്ഷെ ഇത്രയ്ക്ക് സീക്രട്ടാക്കി വെക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ ആരും വിചാരിച്ചില്ല. കാരണം എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ വിചാരിച്ച്. അതൊക്കെ ഗൈസ് എൻ്റെ ഫൈനൽ പാക്കിങ് കഴിഞ്ഞു. അപ്പം നാളെ ഇത് കൊടുക്കണം. ഫുൾ സെറ്റാണ്. ലെറ്റർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. सकल दिखावो जी हरी शरारत सब जानू मैं तो धरी हर सले उन्हें भंगा दी लगे मर बड़ा मजाकी हो कणी चंदा में धारी चांदनी झुम झुम मजाकी हो कणी चंदा में धारी चांदनी मन का मन में बारी झुम 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 ആദ്യം തന്നതാ നേരെ നീ ഇതു പൊടിയുണ്ട് हर
सले उन्हें पंगा दी मैं कह लगे मर बड़ा में जागी दो कणी चंदा में थारी चांदनी मन में पापी सीरे झुम 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 जागी दो कणी चंदा में थारी चांदनी मन दामन में बाती खुशी झुम 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 ഒന്ന് വരട്ടെ അപ്പൊ പറ്റി ഞങ്ങൾ പോയിക്കോളാം. എന്നിട്ട് ഞാൻ ഓളെ ചോദിച്ചിട്ട് അതെങ്കിൽ വെക്കാനാണോ ചെയ്യാൻ ശരിയായി ഇങ്ങനെ കളിക്കുന്നത് എന്താണ് നമ്മുടെ വിഷമോ വേറെ ഒരു വിഷമോ അല്ലാതെ थारी शरारत सब जानूं मैं പെട്ടി हर सले उन्हें पंगा दी मैं कह लगे जागी दो में थारी चांदनी मन दामन में पापी खुशी रे झुम നെക്സ്റ്റ് चांदनी मन दामन में बाती खुशी रे झुम 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തോന്നി ഞാൻ ഒന്നും എഴുതില്ല ഞാൻ ലെറ്റർ എഴുതിയില്ല ഞാൻ ലെറ്റർ എഴുതില്ല എങ്ങനെ ഇതൊന്നും നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ പൈസയുടെ പേജെടുത്ത് പേജെടുത്ത मन दीद करावो जी क्यों तरसावे मन सतावो जी हरी शरारत हर सले उन्हें पंगा दी मैं कह लगे मर बड़ा जागी दो कणी चंदा में थारी चांदनी मन दामन में पापी खुशी रे झुम 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 ओ मर बड़ा में जागी दो कणी चंदा में थारी चांदनी मन दामन में पापी खुशी रे झुम 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 പൈസ കൊടുത്തിട്ടുണ്ട് കമ്പി ഞാൻ നേരത്തെ കൂടി പറഞ്ഞിട്ടില്ലല്ലോ വൈഷ്ണവി ഒറ്റപ്പെടണം എന്നെ കൊള്ളുന്നുണ്ടോ
शक्ल दिखाओ जी हरी शरारत सब जानू मैं चौधरी हर चले उन्हें पंगा दी मैं कह लगे जागी दो कणी चंदा में थारी चांदनी मन दामन में पाती हमारे बिगड़े में जागी दो कणी चंदा में थारी चांदनी मन दामन में पाती खुशी रे झुम 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 जाओ जी मन जाओ जी शक्ल दिखाओ जी हरी शरारत सब जानू चौधरी हर चले उन्हें पंगा दी मैं कह लगे चंदा में थारी चांदनी मन दामन में पाती खुशी झुम 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 चंदा में थारी चांदनी दामन में पाती खुशी रे झुम 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 ഇത്